ധനുഷ് നായകനായ കര എന്ന പുതിയ തമിഴ് സിനിമയുടെ ഒരു വേഗത്തിലുള്ള അവലോകനമാണിത്. ഗംഭീരമായ ഒരു ബാങ്ക് കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഹിറ്റ് ചിത്രമായ പോർത്തൊഴിലിന് ശേഷം വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്ന ഈ ത്രില്ലർ ശരിക്കും നമ്മുടെ പ്രതീക്ഷകൾക്കൊത്തുയർന്നോ എന്നു നമുക്ക് നോക്കാം. ഒന്നാമതായി, ഈ സിനിമയിലെ ത്രില്ലിംഗ് രംഗങ്ങളും ലാഗടിപ്പിക്കുന്ന ഡ്രാമയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ് നമ്മൾ കാണുന്നത്. ബാങ്ക് ഹൈറ്റ് രംഗങ്ങളും ഇന്റർവെല്ലിന് മുൻപുള്ള ഭാഗങ്ങളുമൊക്കെ വളരെ മികച്ചതും നമ്മളെ ശരിക്കും ആവേശം കൊള്ളിക്കുന്നതുമാണ്. പക്ഷേ ആദ്യത്തെ 3/4 മണിക്കൂറിലെ ക്ലീഷേ കുടുംബകഥയും ഇമോഷണൽ ഡ്രാമയും ഭയങ്കര ലാഗാണ് ഉണ്ടാക്കുന്നത്. എണ്ണയും വെള്ളവും പോലെ ഒരിക്കലും ചേരാത്ത ത്രില്ലും മെലോഡ്രാമയും ഒന്നിപ്പിക്കാൻ ശ്രമിച്ചതാണോ സംവിധായകന് പറ്റിയ വലിയ അബദ്ധം. രണ്ടാമതായി, നമുക്ക് തീരെ കണക്ട് ചെയ്യാൻ സാധിക്കാത്ത നായക കഥാപാത്രമാണ് മറ്റൊരു പ്രശ്നം. ധനുഷ് അവതരിപ്പിക്കുന്ന കരസ്വാമി എന്ന നായകനോട് പ്രേക്ഷകർക്ക് യാതൊരു വൈകാരിക അടുപ്പവും തോന്നില്ല എന്ന് മാത്രമല്ല, അയാളുടെ പ്രവൃത്തികൾ നമ്മളിൽ ശരിക്കും ദേഷ്യമാണ് ഉണ്ടാക്കുന്നത്. നായകനെ തന്നെ നമുക്ക് വെറുപ്പാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ സിനിമയുമായി കണക്ട് ചെയ്യുക, അല്ലേ? സ്ക്രിപ്റ്റ് റൈറ്റർ നായകനെ ന്യായീകരിക്കാൻ വെറുതെ പാടുപെടുകയായിരുന്നില്ലേ എന്ന് തോന്നിപ്പോകും. അവസാനമായി, ഈ സിനിമയെ താങ്ങി നിർത്തുന്നത് ഗംഭീരമായ സാങ്കേതിക മികവും നമ്മുടെ മലയാളി സഹതാരങ്ങളുമാണ് കേട്ടോ. പോലീസുകാരനായി എത്തിയ സുരാജ് വെഞ്ഞാറമൂട്, ജയറാം, മമിത ബൈജു എന്നിവരുടെ പ്രകടനം ഗംഭീരമാണ്. ഒപ്പം മികച്ച ക്യാമറ വർക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എടുത്തു പറയണം. പിന്നൊരു രസകരമായ കാര്യം, 90കളിലെ കഥ പറയുന്ന ചിത്രത്തിൽ മോഡേൺ ഷർട്ടുകൾ ഉപയോഗിച്ച കോസ്റ്റ്യൂം ഡിസൈനറുടെ ബന്ധം നമ്മളിൽ ചെറിയ ചിരി ഉണർത്തുന്നുണ്ട്. നായകനേക്കാൾ സ്ക്രീൻ ടൈം കുറഞ്ഞ സഹതാരങ്ങൾ സിനിമയുടെ നട്ടെല്ലായി മാറുന്നത് ശരിക്കൊരു വിരോധാഭാസമല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞാൽ, മികച്ച ഹൈസ്റ്റ് രംഗങ്ങളും സാങ്കേതിക തികവും ഉണ്ടെങ്കിലും ദുർബലമായ ഇമോഷണൽ രംഗങ്ങളും ഉറപ്പിക്കുന്ന നായകനും കാരണം കര തികച്ചും ഒരു ശരാശരി അനുഭവമായി മാറുന്നു. നിങ്ങൾക്ക് മികച്ച ത്രില്ലർ രംഗങ്ങൾ മാത്രം മതിയെങ്കിൽ ധൈര്യമായി തിയേറ്ററിൽ പോയി ഈ ചിത്രം കാണാം. അല്ലാത്ത പക്ഷം ഈ ബാങ്ക് കൊള്ള നിങ്ങളുടെ വിലപ്പെട്ട സമയവും കൊള്ളയടിച്ചേക്കാം.